കനത്ത മഴക്കിടയിലും ഇന്നലെ 83,520 തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തി. ഇന്നലെ വൈകുന്നേരം മുതൽ കാര്യമായ മഴയില്ലാത്തത് ആശ്വാസമായി. മഴ മാറുന്ന സാഹചര്യത്തിൽ കാനനപാത വഴി തീർത്ഥാടകരെ കടത്തിവിട്ടേക്കും. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, മോശം കാലാവസ്ഥ, മഴ എന്നുള്ളത് നമുക്കറിയാം. ശബരിമല പോലൊരു പ്രദേശത്ത് എത്രത്തോളം ദുഷ്കരമാണ് തീർത്ഥാടനത്തിനൊക്കെ എന്നുള്ളത്. പക്ഷെ അത് അവഗണിച്ചും വലിയ പ്രവാഹം തുടരുകയാണ്. ഇപ്പോൾ വീക്കെൻഡാണ്. ഈ ദിവസങ്ങളിലും കൂടുതൽ ഭക്തരെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്നലെ എത്തിയത് ഏതാണ്ട് 83,000-ഓളം തീർത്ഥാടകർ. 83,520 പോലീസിന്റെ കണക്ക്. പക്ഷേ ഇതിന് മുകളിലേക്ക് ഒരുപക്ഷെ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചേക്കാം എന്നുള്ള പശ്ചാത്തലമൊക്കെ ഉണ്ട് അവിടെ. നമുക്കറിയാം, പല പാതകളിലൂടെ, കാനനപാതകളിലൂടെയും മറ്റും അങ്ങോട്ടേക്ക് കടന്നു വരുന്ന ഭക്തരുള്ള പ്രദേശമാണ്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കൂടുതൽ തീർത്ഥാടകർ ഇന്നും നാളെയുമായി, പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിലാണ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ശ്രീജിത്ത്, കേൾക്കാമോ? ഹലോ, ഇന്നും തിരക്ക് തുടരുമോ ശ്രീജിത്ത്? രഞ്ജിത്ത്, ശബ്ദം തീരെ കുറവാണ്, അതുകൊണ്ട് ആദ്യം കേട്ടില്ല. എന്തായാലും തിരക്ക് തുടരുന്നു എന്ന വിവരം തന്നെയാണ്, പതിവ് വിവരം തന്നെയാണ് നമുക്ക് സന്നിധാനത്ത് നിന്ന് നൽകാനുള്ളത്. അതായത് ഇന്നലെയൊക്കെ അതിശക്തമായ മഴയായിരുന്നു. പക്ഷെ ആ മഴ ഇവിടുത്തെ തീർത്ഥാടനത്തെ ബാധിച്ചില്ല എന്ന് തന്നെ വേണം ഒടുവിൽ വരുന്ന കണക്കുകൾ മനസ്സിലാക്കുമ്പോൾ. ഏതാണ്ട് 83,000-ലധികം ഭക്തർ ദർശനത്തിനെത്തി. നമുക്ക് ഇന്നിപ്പോൾ ഈ ദർശനത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഏതാണ്ട് നല്ല ക്യൂ തന്നെ ഇന്നും തുടരുന്ന സാഹചര്യം ഉണ്ട് എന്ന് തന്നെ പറയാം. അതായത് ഇന്നലെയൊക്കെ എങ്ങനെയായിരുന്നു സാഹചര്യം, അതേപോലെ അതിന് സമാനമായ സാഹചര്യത്തിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ പതിവ് പോലെ ഉഷപൂജയുടെ സമയമാണ്. രാവിലെ ഏതാണ്ട് 7:00യോടുകൂടി അതിന്റെ ഭാഗമായുള്ള ശീവേലി ചടങ്ങുകൾ ഉണ്ടാകും. അതിനുവേണ്ടി ദർശനം അല്പസമയം ഇപ്പോൾ ഇല്ല. ഭക്തർ കാത്തിരിക്കുകയാണ്. ഇവിടെ ബാരിക്കേഡ് വെച്ച് ഭക്തരെ അടച്ചു വെച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്ത്രി ഉൾപ്പെടെയുള്ളവർ, മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ ഇതുവഴി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് വരുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും മഴ ഇന്നലെ വൈകുന്നേരം മുതൽ ഒരല്പം മാറി നിൽക്കുകയായിരുന്നു. പക്ഷെ അതിനുശേഷം ഇന്നിപ്പോൾ രാവിലെ ഏതാണ്ട് അല്പസമയം മുമ്പാണ് വീണ്ടും ചെറിയ മഴ പെയ്യാൻ തുടങ്ങിയത് എന്ന് തന്നെ പറയേണ്ടി വരും. ചാറ്റൽ മഴയാണ് ഇപ്പോഴും തുടരുന്നത്. ആ മഴ ഒരുപക്ഷെ നീണ്ടു നിന്നാൽ അത് കൂടുതൽ അതായത് ഈ പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകരെയും മറ്റും ബാധിക്കും. ഇന്നലെ പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകർക്ക് ദർശനം അനുവദിച്ചിരുന്നില്ല. അതിന് പ്രധാന കാരണം ഈ പല ഭക്തരും ഈ വഴുതി വീഴുന്ന സാഹചര്യവും മറ്റും ഉണ്ടായിട്ടുണ്ട്. അപകടകരമായ യാത്രാ സാഹചര്യമാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനൊരു നിയന്ത്രണം പുല്ലുമേട് വഴി, അതായത് കാനനപാത വഴിയുള്ള തീർത്ഥാടനത്തിന് ഒഴിവാക്കിയത്. എന്തായാലും ഇന്നും ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ അത് വീണ്ടും തുറക്കാനുള്ള സാധ്യത വിരളമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നിപ്പോ രാവിലെയും നല്ല തിരക്കാണ്. ഏതാണ്ട് 7 മണി വരെ പതിവ് പോലെ 25,000 എന്ന കണക്കിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. 25,000-ൽ പരം ഭക്തർ, തീർത്ഥാടകർ ദർശനം നടത്തുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മഴയൊന്നും ഈ തീർത്ഥാടനത്തെ അങ്ങനെ കാര്യമായി ബാധിക്കുന്നില്ല. എന്തായാലും നല്ല തിരക്ക് ശബരിമലയിൽ തുടരുകയാണ്. തിരക്കുണ്ട് ശബരിമലയിൽ. 83,000-ഓളം ആളുകൾ ഇന്നലെ ഭക്തർ ദർശനത്തിനായി ശബരിമലയിലെത്തി. ഇന്നും കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കും.